ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സാവിയോ വർഗീസ്. ഞാൻ വൈപ്പിൻ പെരുമ്പള്ളി തിരുക്കുടുംബ ദേവാലയം ഇടവക അംഗമാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2024 ജനുവരി 20 ആദ്യമേ ഞാൻ ഡിഗ്രിക്ക് ശേഷം ജർമ്മനിയിൽ പോയി ഹൗസ് ബിൽഡിംഗ് നഴ്സിംഗ് ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹിച്ചത്. അതിനായി 2023 ഒരു വർഷം ഞാൻ ജർമ്മൻ പഠിച്ചു. അതിനുശേഷം എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. എക്സാമിന് ഞാൻ 4 മൊഡ്യൂളും ഒരുമിച്ചാണ് എടുത്തത്. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, 4 എഴുതിയാൽ എന്തായാലും 2 കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നു. അത് 2024 ജനുവരി 19 റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പോൾ 4 മൊഡ്യൂൾ എഴുതിയതിൽ 4 മൊഡ്യൂൾ ഞാൻ തോറ്റു. അതോടെ എനിക്ക് വലിയൊരു സങ്കടം വരികയും എനിക്കിത് പാസ്സാകാൻ ഒരിക്കലും സാധിക്കുകയില്ലെന്നുള്ളൊരു വിശ്വാസം എൻ്റെ ഉള്ളിൽ വന്നു. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ 2024 ജനുവരി 20 ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പെട്ടെന്ന് 2 എക്സാം പാസ്സായത് എനിക്ക് സ്പീക്കിംഗ് വളരെ പേടിയായിരുന്നു. എന്ത് പറയും, പെട്ടെന്നുള്ളൊരു ടോപ്പിക്ക് വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിയിൽ ഞാൻ ഉപ്പ് കൊണ്ടുപോയായിരുന്നു. ഉപ്പ് എൻ്റെ പോക്കറ്റിൽ ഇട്ടായിരുന്നു. അതിനുശേഷം കുറച്ച് എൻ്റെ കയ്യിലും വെച്ചിട്ട് ഞാൻ എക്സാമിന് കയറി. പെട്ടെന്ന് എനിക്കൊരു ടോപ്പിക്ക് എനിക്ക് പെട്ടെന്ന് എന്തോ പറയാൻ പറ്റുമെന്നുള്ളൊരു ധൈര്യം എവിടെ നിന്നോ വന്നു. ഞാൻ എന്താണ് പറഞ്ഞതെന്നോ എന്തൊക്കെയോ പറഞ്ഞതെന്നോ എനിക്കിപ്പോഴും അറിയില്ല. പരിശുദ്ധ അമ്മ മാതാവ് എൻ്റെ കൂടെ വരികയും എന്നിലൂടെ സംസാരിക്കുകയാണ് ചെയ്തത്. പക്ഷേ എനിക്കത് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഞാനിത് എന്തായാലും പാസ്സാവും. കാരണം ഞാൻ ഒരിക്കലും ഇതുവരെ സംസാരിക്കാത്ത പോലെയാണ് അന്ന് ആ ടോപ്പിക്ക് സംസാരിക്കാൻ പറ്റിയത്. അതിനുശേഷം റിസൾട്ട് വരികയും 67 മാർക്ക് തന്ന് എന്നെ പാസ്സാക്കുകയും ചെയ്തു. അങ്ങനെ 2 മൊഡ്യൂൾ പാസ്സായി. ബാക്കി എനിക്ക് 2 മൊഡ്യൂളും കൂടി പാസ്സാകണമെന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ 1 മൊഡ്യൂളും കൂടി എഴുതി. പക്ഷേ എനിക്ക് ഒരു പേടിയായിരുന്നു. കാരണം ഞാൻ പാസ്സാകില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എനിക്ക് പാസ്സാകുവാൻ 60 മാർക്കാണ് വേണ്ടത്. ഞാൻ അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, പരിശുദ്ധ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു 60 മാർക്ക് തന്ന് ജയിപ്പിക്കണം, എനിക്ക് ഇനി എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ റിസൾട്ട് വന്ന് ഞാൻ ഇങ്ങനെ കുറേ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി തുറന്ന് നോക്കിയപ്പോൾ കൃത്യം 60 മാർക്ക് തന്നെ തന്ന് പരിശുദ്ധ മാതാവ് ജയിപ്പിച്ചു. അതിനുശേഷമാണ് ബാക്കി എനിക്ക് 1 മൊഡ്യൂളും കൂടി ഉണ്ട്. അത് ഞാൻ എഴുതി, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എടുത്ത് നോക്കിയപ്പോഴാണ് കാരുണ്യ പ്രവർത്തികളുടെ ഒരു കുറവുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അതിനുശേഷം ഞാൻ വഴിയരികിലൊക്കെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കാൻ ആരംഭിച്ചു. പിന്നീട് എനിക്കൊരു 3 മൊഡ്യൂളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 4 മൊഡ്യൂൾ വേണം പുറത്തേക്ക് പോകാൻ വേണ്ടി. പക്ഷേ 3 മൊഡ്യൂൾ വെച്ച് തന്നെ എനിക്കൊരു കോളേജിൽ, ഒരു യൂണിവേഴ്സിറ്റിയിൽ എനിക്കൊരു അഡ്മിഷൻ കിട്ടി. അവിടുത്തെ നല്ലൊരു ഹോസ്പിറ്റലിലായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ പോകണമെങ്കിൽ 4 മൊഡ്യൂളും ഇല്ലെങ്കിൽ എന്തായാലും വിസ റിജക്റ്റ് ആവുമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഞാനത് അടുത്തുള്ളൊരു എക്സാം തന്നെ ഞാൻ ബുക്ക് ചെയ്തു. അതിന് എക്സാം എഴുതി. റൈറ്റിംഗ് മൊഡ്യൂളായിരുന്നു. പക്ഷേ എനിക്ക് 2 പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് പാസ്സാകാൻ സാധിക്കുന്നില്ല. 40 മാർക്കും 53 മാർക്കും ഒക്കെ മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ കുറച്ച് എഴുതി. പക്ഷേ എനിക്ക് എന്തൊക്കെ വന്നാലും ഒരു പേജ് കുറച്ചുകൂടി മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. കാരണം ബാക്കി സമയത്തൊക്കെ ഞാൻ കുറേ എഴുതുമായിരുന്നു. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് അധികം എഴുതാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ആ എക്സാം ഹാളിലിരുന്ന് അവിടെ കുറേ നേരം ഇരുന്നു. ഞാൻ എൻ്റെ പേപ്പറും പിടിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി. അങ്ങനെ ഒരു കൊച്ചു മാത്രമേ അവിടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത്രയും നേരം എനിക്ക് ഇനി എൻ്റെ മെറിറ്റിൽ ഒന്നും കിട്ടില്ല. മാതാവ് ഇവിടെ ഇടപെട്ടാൽ മാത്രമേ എനിക്ക് പാസ്സാകുള്ളൂ എന്നൊക്കെ മനസ്സിലായി. കാരണം ഇതും കൂടി പാസ്സായില്ലെങ്കിൽ എനിക്ക് കിട്ടിയിരുന്ന അഡ്മിഷനും പോകും, എനിക്ക് ഈ പ്രാവശ്യം ഇൻടേക്കിലും പോകുവാനും സാധിക്കില്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 60 മാർക്ക് വേണം ജയിക്കാൻ. അങ്ങനെ ഒരു എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിനൊരു ഒരാഴ്ച മുൻപ് എൻ്റെ മമ്മി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ 55 മാർക്കാണ് എനിക്ക് കിട്ടിയത്. 55 മാർക്കെന്ന് പറഞ്ഞാൽ 5 മാർക്കിന് ഞാൻ തോറ്റു എന്നാണ്. പക്ഷേ എൻ്റെ മമ്മി ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു, എനിക്ക് 65 മാർക്ക് തന്നെ തന്ന് പാസ്സാക്കണം. 60 എന്നല്ല പറഞ്ഞത്, 65 എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ ലാപ്ടോപ്പിൽ കൃപാസനത്തിൻ്റെ സൈറ്റൊക്കെ എടുത്ത് മാതാവിൻ്റെ ഫോട്ടോയിലെ ഫ്രണ്ടിൽ കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ റിസൾട്ട് തുറന്ന് നോക്കിയപ്പോൾ കൃത്യം 65 മാർക്ക് തന്നെ തന്ന് മാതാവ് എന്നെ പാസ്സാക്കി. അങ്ങനെ ഞാൻ എല്ലാ മൊഡ്യൂളും പാസ്സായി. പിന്നെ അതിനുശേഷം എനിക്കുള്ളത് ഒരു വലിയ കടമ്പയെന്ന് പറയുന്നത് വിസ കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ വിസ ഞാൻ എത്ര നോക്കിയിട്ടും ലഭിക്കുന്നുണ്ടായില്ല. അങ്ങനെ മാതാവ് അവിടെയും ഒരു ഇടപെടലുണ്ടായി. എനിക്ക് നല്ലൊരു ഏജൻസി തന്ന് എനിക്ക് അധികം കാശൊന്നും ചിലവില്ലാണ്ട് ഒരു നല്ല ഏജൻസിക്കാർ എനിക്ക് അവിടെ ഒരു വിസയ്ക്കുള്ള അപ്പോയിൻമെൻ്റ് എടുത്ത് തന്നു.
വിസയ്ക്കുള്ള അപ്പോയിൻമെൻ്റ് എടുത്ത് തന്നു. പക്ഷേ എനിക്ക് കിട്ടിയ അപ്പോയിൻമെൻറ്റിൻ്റെ തലേദിവസം പറഞ്ഞു ഇന്നത്തെ ഡേറ്റിൽ എനിക്ക് വെക്കാൻ പറ്റില്ല, പുതിയ ഒരു ഡേറ്റ് എടുക്കാം, അടുത്ത മാസം വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത മാസം ഞാൻ അവിടെ പോയി ഡോക്യുമെൻറ്റ്സൊക്കെ സബ്മിറ്റ് ചെയ്തു, വിസയുടെ ആപ്ലിക്കേഷനൊക്കെ ഫിനിഷ് ചെയ്തു. പിന്നെ വെയിറ്റിംഗ് പീരീഡാണ്. അപ്പോൾ ഞാൻ 2 ആഴ്ചയ്ക്ക് ശേഷം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഒന്നും വന്നില്ല. പിന്നെ ആ സമയത്ത് ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ടോക്കിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു 44 ദിവസത്തിനുള്ളിൽ കാര്യം റെഡിയാകുമെന്ന്. ഞാൻ അങ്ങനെ എൻ്റെ ഡേറ്റ് എടുത്ത് ഞാൻ കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ 44-ാം തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ 1-ാം തീയതിയാണ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ക്ലാസ് തുടങ്ങുന്നത് ഒക്ടോബർ 1-ാം തീയതി. പക്ഷേ എനിക്കിങ്ങനെ ഒക്ടോബർ 1-ാം തീയതി മുതൽ പോകണമെന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെ സാധിക്കുമെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും മനസ്സിലുണ്ടാവുന്നില്ല. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വിസ വന്നു. സെപ്റ്റംബർ 13-ാം തീയതി തന്നെ വിസ വന്നു. വിസയിൽ ഞാൻ നോക്കിയപ്പോൾ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 1-ാം തീയതി തന്നെയാണ്. അങ്ങനെ എനിക്ക് ഒക്ടോബർ 1-ാം തീയതി തന്നെ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഒക്ടോബർ 1-ാം തീയതി ജർമ്മനിലേക്ക് പോകാനുള്ള ഒരു അവസരം മാതാവ് നൽകി. പിന്നെ ഞാൻ സെപ്റ്റംബർ 8-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ മാതാവിനോട് ഇപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, മാതാവ് എനിക്ക് സെപ്റ്റംബർ 8-ാം തീയതി എന്തെങ്കിലും ഒരു അനുഗ്രഹം തരണം. പിന്നെ ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ വിസ എടുത്ത് നോക്കിയപ്പോൾ അതിൽ സ്റ്റാമ്പ് ചെയ്തൊക്കെ തീയതി സെപ്റ്റംബർ 9-ാം തീയതിയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് സെപ്റ്റംബർ 8-ാം തീയതി ആയിരിക്കും അവർ ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ സെപ്റ്റംബർ 9-ാം തീയതി തന്നെ എൻ്റെ സ്റ്റാമ്പിൽ, വിസയുടെ സ്റ്റാമ്പിൽ അവർ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനേകം അനുഗ്രഹങ്ങൾ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിന് 1000 നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് എല്ലാ വീടുകളിലും വഴിയരികിലും ഓട്ടോ സ്റ്റാൻഡിലൊക്കെ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് വഴിയരികിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും. ഞാൻ എൻ്റെ കൂട്ടുകാരനുമായി ഒരു 10 പൊതിയൊക്കെ കൊണ്ടുപോയി എറണാകുളം സ്റ്റാൻഡിലൊക്കെ പോയി അവിടെ കിടക്കുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുമായിരുന്നു. പിന്നെ 2-3 വൃദ്ധസദനങ്ങളിൽ പോയി അവർക്ക് വേണ്ട ലഘു ഭക്ഷണങ്ങളും അവർക്കുമായി കുറേ നേരം സംസാരിക്കാനൊക്കെ സാധിച്ചു. പിന്നെ ആത്മീയമായ നേട്ടങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഞാൻ ആദ്യം ഉടമ്പടിക്ക് മുൻപ് പള്ളിയിലൊന്നും ഇടയ്ക്കിടയ്ക്ക് പോകും, പക്ഷേ എപ്പോഴും പോകാറുണ്ടായിരുന്നില്ല. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം ദിവസം തോറും പള്ളിയിൽ പോകുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും, ഞാൻ മാത്രം എൻ്റെ കുടുംബം മുഴുവനും ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് പള്ളിയിൽ പോകുന്നതും രാവിലത്തെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്നതും സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നതും എല്ലാം എല്ലാ ദിവസവും മുടങ്ങാണ്ട് ചെല്ലുവാൻ സാധിച്ചു. അങ്ങനെ ഇത്രയും നല്ല അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. യോഹന്നാൻ 15:7-8 തിരുവചനങ്ങൾ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. സാവിയ വർഗീസ് എന്ന ഈ മകൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ അമ്മ മാതാവിനെ ഓൺ ചെയ്യുവാൻ, ഈശോയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ, സമയത്തിന് മേൽ അധികാരമുള്ള ഈശോയും അമ്മ മാതാവും, സാഹചര്യങ്ങൾക്ക് മേൽ അധികാരമുള്ള ഈശോയും അമ്മ മാതാവും നമുക്ക് അനുകൂലമായ തീരുമാനങ്ങളും നമുക്ക് അനുകൂലമായ ജീവിത വിഷയങ്ങൾക്ക് മേലുള്ള അനുഗ്രഹങ്ങളും തന്നുകൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ പറയുക. എൻ്റെ പരീക്ഷ വിജയിച്ചത്, എൻ്റെ വിസ ലഭിച്ചത്, എൻ്റെ വിദേശത്തേക്കുള്ള യാത്ര ഒരുക്കി തന്നത് എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലുള്ള എൻ്റെ ജീവിതമാണ്. അതുകൊണ്ട് ഉടമ്പടി നമുക്ക് വിശ്വസ്തതയിൽ ജീവിക്കാം, കാരുണ്യ പ്രവൃത്തികൾ നമുക്ക് സന്തോഷത്തോടെ നിർവഹിക്കാം. കൊടുക്കുന്നതൊന്നും കുറഞ്ഞു പോകില്ല, കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഈശോ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. മകൻ പറയുന്നുണ്ട്, ഇടയ്ക്കൊരു തളർച്ച വന്നത് എൻ്റെ കാരുണ്യ പ്രവൃത്തി ചെയ്യാതിരുന്നത് കൊണ്ടാണ്. കാരുണ്യ പ്രവൃത്തി ഞാൻ കൂടുതൽ നന്നായി ചെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ തടസ്സങ്ങൾ മാറി, എൻ്റെ വിസ പ്രോസസ്സ് വേഗത്തിലായി, എനിക്ക് പോകുവാനുള്ള തീയതി എനിക്ക് തയ്യാറായി കിട്ടിയെന്ന്. മകന് ലഭിച്ച ഓരോ അനുഗ്രഹത്തെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.